ഒരു പറക്കുമണ്ണാൻ്റെ വിശേഷത്തിലേക്ക് പോകാം. പക്ഷേ ഇത്തിരി സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ആദ്യം അണ്ണാന് ഒന്ന് പറന്നു, പക്ഷേ വീണ് പരിക്ക് പറ്റി. കാലിലാണ് കാര്യമായ പരിക്ക് പറ്റിയത്. എന്നാൽ അതിന് കൃത്യമായ ചികിത്സ നൽകാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൃഗസംരക്ഷണ സംഘടനയായ മാർക്കിൻ്റെ പ്രവർത്തകനാണ് ഈ പറക്കുമണ്ണാനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. അങ്ങനെ ജില്ലാ വെറ്ററിനറി ആശുപത്രിയിൽ ചികിത്സ നൽകി. ഇനി അതിൻ്റെ പരിക്കൊക്കെ ഭേദമായ ശേഷമാണ് അവനെ അതിൻ്റെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ തിരിച്ചുവിടുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലത്ത് കണങ്കാലിൻ്റെ ഭാഗം വെച്ച് വേർപെട്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വേർപെടുമ്പോൾ ആ അസ്ഥിയുടെ അറ്റം കൊണ്ടിട്ട് ചർമ്മത്തിലൊരു ചെറിയ മുറിവ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അണുബാധ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് തടയാനായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സിങ്ങാണ് ചെയ്തിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇത്തരം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ നിയന്ത്രണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ അത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാകുകയും അങ്ങനെ അവർ ഭയപ്പെട്ടിട്ട് ബോഡിയിലെ ഹോർമോണുകൾ ഉണ്ടായിട്ട് മുറിവ് കരിയാതിരിക്കുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിച്ചു. അപ്പോൾ അത്തരം മുൻകരുതലുകളൊക്കെ എടുത്തുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ സാറിൻ്റെയും പിന്നെ ഫോറസ്റ്റർ ജിജിൽ സാറിൻ്റെ കണ്ണൂർ ഫോറസ്റ്റർ ജിജിൽ സാറിൻ്റെയും നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പാറ എന്ന് പറയുന്ന അണ്ണാനെ റെസ്ക്യൂ ചെയ്യുകയും ഇവിടെ കണ്ണൂർ ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തത്. അപ്പോൾ ഫ്രാക്ചർ ഭേദമായാൽ അതിൻ്റെ ആവാസ സ്ഥലത്തേക്ക് റിലീസ് ചെയ്യും. ഫെലിക്സ് പുളിക്കലുണ്ട്. ഫെലിക്സ്, അദ്ദേഹം പറഞ്ഞ കാര്യമാണല്ലേ, വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. അതിന് ഭയമുണ്ടായാൽ അതിൻ്റെ രോഗം ഭേദമാകാൻ കൂടുതൽ കാലതാമസം എടുക്കും. അപ്പോൾ വളരെ കൃത്യമായ കെയറോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എങ്കിലും എത്ര സമയമൊക്കെ പിടിക്കുമായിരിക്കും ഇതിനെ തിരിച്ച് പുറത്തേക്ക് വിടാൻ? ഈ ഫ്ലൈയിങ് സ്ക്വിറൽ അല്ലെങ്കിൽ പറക്കുമണ്ണാൻ നമ്മൾ സാധാരണ കാണുന്ന അണ്ണാനല്ല, കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കണ്ണൂർ ചൊക്ലി എന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ ഒരു മരം മുറിക്കുന്ന സമയത്താണ് ഈ മരത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഈ അണ്ണാൻ താഴേക്ക് വീഴുന്നത്. അങ്ങനെ വീണ സമയത്ത് ഇതിന് പരിക്ക് പറ്റുന്നു. കാലിനാണ് പരിക്ക് പറ്റിയത്. കാൽ ഒടിയുകയാണ്, പൊട്ടലാണ് ഉണ്ടായത്. അപ്പോൾ അതിന് നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഇത് വനം വകുപ്പിന് ഇക്കാര്യം അറിയിക്കുന്നു. അങ്ങനെയാണ് വനം വകുപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സംഘടനയാണ് മാർക്ക്. അപ്പോൾ ഈ മാർക്ക് എന്ന സംഘടനയിലെ ആളുകളോട് ഇക്കാര്യം അറിയിക്കുന്നു. അങ്ങനെ ബിജിലേഷ് കോടിയേരി എന്ന ഈ ഒരു പ്രവർത്തകൻ അവിടെ എത്തി അവിടെ നിന്നും ഈ അണ്ണാനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി ഈ നമ്മുടെ കണ്ണൂരിലുള്ള വെറ്റിനറി ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇതിനുള്ള ചികിത്സ, ഈ അണ്ണാനുള്ള ചികിത്സ നൽകി. അതിന് പൊട്ടലുണ്ട്. അപ്പോൾ പൊട്ടലുള്ള അടുത്താണ് ഈ ബാൻഡേജ് ഒക്കെ ഇട്ട്, പക്ഷേ ബാൻഡേജ് ഇടുമ്പോഴും ശ്രദ്ധിച്ചിരുന്നു. കാരണം ഇതിനി നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാനുള്ള രീതിയിലുള്ള ചികിത്സയൊക്കെ തന്നെയാണ് അതിന് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അതിന് ചികിത്സയൊക്കെ നൽകി. പക്ഷേ ഇതിന് ഇപ്പോൾ തന്നെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്ന് വിടില്ല എന്നതാണ്. ഇതിന് നിരീക്ഷണമൊക്കെ നടത്തും. ഏതാണ്ട് 3 ആഴ്ച ഈ മാർക്കിൻ്റെ ബിജിലേഷ് എന്ന ആളുടെ വീട്ടിലാണ് ഇതുണ്ടാവുക. അവിടെ നിരീക്ഷണം നടത്തും. ആ നിരീക്ഷണം നടത്തി അത് ഓക്കെയാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെ പുറത്തേക്ക് വിടും. അല്ലെങ്കിൽ ഇനിയും ചികിത്സ നൽകേണ്ടതുണ്ടെങ്കിൽ വീണ്ടും ചികിത്സ നൽകാനുള്ള തീരുമാനത്തിലേക്ക് പോകും. അതിൽ സംരക്ഷിക്കേണ്ട ഒരു ജീവി വർഗമാണ് പറക്കുമണ്ണാൻ. അപ്പോൾ അതിനെ പൂർണ്ണമായത് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ശരി ഫെലിക്സ്.